വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ പ്രസംഗങ്ങളെയും പ്രവർത്തനത്തെയും ആസ്പദിച്ച് പരസ്യ സംവാദത്തിന് തയ്യാറാകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്കും സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്തിനും ഒരുക്കിയ സ്വീകരണ പരിപാടി ജയാരവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ പ്രസംഗങ്ങളെയും പ്രവർത്തനത്തെയും ആസ്പദിച്ച് പരസ്യ സംവാദത്തിന് തയ്യാറാകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി ആവശ്യപ്പെട്ടു. ഞാൻ ഒറ്റയ്ക്കും എതിരാളികൾ 10 പേരും അണിനിരന്ന് പൊതുസ്ഥലത്ത് വെച്ചൊരു സംവാദത്തിന് കാഞ്ഞങ്ങാട് ഉൾപ്പെടെ എവിടെയും വേദിയൊരുക്കാൻ താൻ തയ്യാറാണ്. വർഗീയതയും മതവിദ്വേഷവും സൃഷ്ടിക്കുന്ന ഒരു വാക്ക് എന്നിൽ നിന്നുണ്ടായതായി സംവാദകർക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ഷാജി പറഞ്ഞു. മതങ്ങൾക്കെതിരെ മതവിരുദ്ധരായ കമ്മ്യൂണിസ്റ്റുകാരോട് മതമാണ് വിശ്വാസിക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് എല്ലാ മതവിശ്വാസികൾക്കും വേണ്ടിയുള്ള തന്റെ ചെറുത്തുനിൽപ്പാണെന്നും മതവിശ്വാസികൾക്കിടയിലെ സാഹോദര്യം ഊട്ടിയുറപ്പിച്ച് സ്വന്തം സമുദായത്തിന്റെയും ഇതര സമുദായങ്ങളുടെയും അർഹതപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന മുസ്ലിം ലീഗുകാരൻ എന്ന നിലയ്ക്ക് 10 വർഷം കൊണ്ട് പിണറായി ഭരണം നഷ്ടപ്പെടുത്തിയ ആനുകൂല്യങ്ങൾ വീണ്ടെടുക്കാൻ UDF അധികാരത്തിൽ വരണമെന്ന് പറയുന്നതിൽ എന്താണ് വർഗീയത എന്നും ഷാജി ചോദിച്ചു. അയാൾ വിശ്വാസിയും മുസ്ലിമുമായതിന്റെ പേരിലാണ് മതം ഈ രാജ്യത്ത് അപകടകരമായ വിധത്തിൽ നമ്മെ വേട്ടയാടാറുണ്ട്. മതം പലപ്പോഴും നമ്മെ അപകടപ്പെടുത്താറുണ്ട്. അപ്പോഴും പക്ഷെ വിശ്വാസിക്ക് കളഞ്ഞു കൊടുക്കാവുന്നതല്ല മതം. അവന്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കേണ്ടതാണ് മതം. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. എന്റെ പ്രിയപ്പെട്ട മന്ത്രിയുണ്ടല്ലോ ചെറിയാൻ, നിങ്ങള് പറഞ്ഞതും എന്താണ്? ഇവിടെ ജയിക്കുന്നത് മതം, കാസർഗോഡ് അല്ലേ, ചെങ്ങന്നൂരിൽ ഇയാൾ ജയിക്കുന്നത് മതം, സജി ചെറിയാൻ ജയിക്കുന്നത് മതം, ചെങ്ങന്നൂർ ജയിക്കുന്നത് മതം. മതം തന്നെയാ പ്രശ്നം. അതന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതാണ് ഞാനും പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താ? ഞാൻ പ്രസംഗിച്ച അപകടം സമുദായത്തിന് നഷ്ടപ്പെട്ടത് പുതിയ പിടിച്ചു വാങ്ങാനല്ല. ഇതിന്റെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. സാമുദായിക പാർട്ടിയാണ്. ഞങ്ങളുടെ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബാണ്. തലമുടിനാരിയാണ് അതിന് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത്. തലമുടിനാരിയുടെ അവകാശം ഞങ്ങൾ വിട്ടുകൊടുക്കൂല. മറ്റൊരാളുടെയും തലമുടിനാരിയുടെ അവകാശം ഞങ്ങൾ കയ്യിൽ വെക്കുകയുമില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് ഈ കൊടിയും പിടിച്ച് നടക്കുന്നതെന്നാണ് സഖാബലി വിചാരിച്ചത്. സഖാവിന്റെ ഒരു പ്രസംഗം ഞാൻ ഓർമ്മിപ്പിക്കാം. കേരള നിയമസഭയിൽ സച്ചാർ കമ്മീഷനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പാലൊളി കമ്മീഷൻ കൊണ്ടുവന്നു. ഞങ്ങൾ അതിനെ എതിർത്തു. VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ മറുപടി, മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കലാണ് ആവശ്യമെങ്കിൽ അത് പാലൊളി കമ്മിറ്റി തിരിച്ചു പിടിച്ചു കൊടുക്കുമെന്ന്. കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്കും സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്തിനും ഒരുക്കിയ സ്വീകരണ പരിപാടി ജയാരവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി KK ബദറുദ്ദീൻ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബഷീർ വെള്ളിക്കോത്തിനും മറ്റ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രതിനിധികൾക്കും KM ഷാജി ആദരസമർപ്പണം നടത്തി. ജില്ലാ മുസ്ലിം ലീഗ് ഉപാധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് NA ഖാലിദ്, 14 അബ്ദുറഹ്മാൻ, KA ബക്കർ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം MP ജാഫർ, മണ്ഡലം ഭാരവാഹികളായ CK റഹ്മത്തുള്ള, തെരുവത്ത് മൂസ ഹാജി, മുസ്തഫ തായന്നൂർ, T അന്തുമാൻ, ചേരക്കാടത്ത് ഹമീദ്, PM ഫാറൂഖ്, താജുദ്ദീൻ കമ്മാടം, MS ഹമീദ് ഹാജി, AP ഉമ്മർ, K മുഹമ്മദ് കുഞ്ഞി, ഷംസുദ്ദീൻ ആവിയൽ, CH അഹമ്മദ് കുഞ്ഞി ഹാജി, MP നൌഷാദ്, TK സുമയ്യ, ആയിഷ ഫർസാന, C മുഹമ്മദ് കുഞ്ഞി, A ഹമീദ് ഹാജി, ഷീബ ഉമ്മർ, P അബൂബക്കർ ഹാജി, ഇക്ബാൽ മാവിലാടം, CB കരീം, KK സുബൈർ, നദീർ കൊത്തിക്കാൽ, റമീസ് ആറങ്ങാടി, ഷംസുദ്ദീൻ ആവിയിൽ, ബഷീർ ചിത്താരി ജിദ്ദ, അബ്ദുൾ റഹ്മാൻ പാറപ്പള്ളി, സലീം കോളിച്ചാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.